ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മയും പറയാൻ പാടില്ലാത്ത ആ ഒരു വാക്കാണ് പറഞ്ഞത്, ഈ ഒരു മാരണം എന്നൊക്കെ ആ കുഞ്ഞിനെ. കാരണം ഇതിനെ ചുമക്കേണ്ടി വന്നത് അമ്മ കാരണമാണ് എന്ന ആ ഒരു വാക്ക് ആ കുഞ്ഞ് കേക്കെയാണ് പറഞ്ഞത്. ഏതായാലും ആ ഒരു വാക്ക് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെയൊന്നും പറയരുത്, കാരണം അത് അവന് അറിയില്ല. അവനിപ്പോൾ കൊച്ചു പ്രായമാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതൊരിക്കലും മോളോട് ക്ഷമിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി എന്നോട് എന്ത് ക്ഷമിക്കാനാണ് ദൈവം, ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചില്ലേ, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുക, ആ ജീവിതത്തിന് തടസ്സമായിട്ട് ആര് നിന്നാലും ഞാനൊന്നും നോക്കില്ല, എനിക്കൊരു വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം, ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കട്ടെ, ഈ കുഞ്ഞിപ്പം ഒറ്റയ്ക്ക്, ഇപ്പം ഞാൻ മരിച്ചു പോയിട്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ പറയുമായിരുന്നല്ലോ, ഈ കുഞ്ഞിനെ നോക്കാൻ ഒരു അമ്മയില്ല, അപ്പോൾ അതും കൊണ്ട് ഒരു അമ്മ വേണം, അയാളോട് വിവാഹം കഴിക്കാൻ പറയില്ലായിരുന്നോ? അതുപോലെ തന്നെയല്ലേ ഞാനും. എന്താ സ്ത്രീകൾക്ക് എന്താ പ്രശ്നം? സ്ത്രീകൾക്ക് ജീവിതമൊന്നും വേണ്ടെന്നാണോ അമ്മ ഈ പറയുന്നത്? അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എനിക്കൊരു ജീവിതം വേണം, ഞാൻ ആഗ്രഹിച്ച ജീവിതം, അതാ എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതൊരിക്കലും പറിച്ചെറിയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പിന്നെ സത്യങ്ങളൊക്കെ അത് അമ്മയ്ക്കും എനിക്കും പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരിക്കും അല്ലേ അറിയത്തുള്ളൂ. അത് നമ്മളിപ്പോൾ പറയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ, എന്തെങ്കിലും അറിഞ്ഞെന്നിരിക്കട്ടെ, അന്ന് ഞാനൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന അവസ്ഥയിൽ അത് എത്തിച്ചേരും. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളൂ. ഞാൻ വേറൊന്നും പറയാൻ വന്നതല്ല. പിന്നെ അമ്മയോട് പറയാതെ ചെയ്യുന്നത് അത് എനിക്ക് അങ്ങനെ ചെയ്യരുതെന്ന് തോന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ അമ്മ ഇവിടം കൊണ്ട് മറന്നേക്കണം. ഇനി ഇതും ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയുടെ ചങ്കിനകത്ത് മുറിവേൽപ്പിക്കുന്ന പോലെയാണ് നമ്മുടെ ശ്രുതിയുടെ ഓരോരോ വാക്കുകൾ. സത്യം പറഞ്ഞാൽ നമുക്ക് ശ്രുതിയോട് ദേഷ്യവും വിരോധവും ഒക്കെ തോന്നുന്ന ആ ഒരു നിമിഷമാണ് കേട്ടോ. എന്നിട്ട് കൂട്ടുകാരിനെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അമ്മയോട് പറഞ്ഞല്ലോ, ഇനി വിവാഹമായിരിക്കും, അതിനൊന്നും ചിലപ്പോൾ അമ്മേനെ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇവനുള്ള ചിലവ് അത് ഞാൻ കൊടുത്തോളാം, അതിപ്പം തരുന്നത് പോലെ തന്നെ ആയിരിക്കും. വിവാഹം കഴിഞ്ഞാലും ഞാൻ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും, പക്ഷേ അത് മാറി നിന്നുകൊണ്ട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു സ്നേഹവും ഇല്ലാതെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നു. കൂട്ടുകാരി എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മയോട്, അമ്മ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട, അവളുടെ അവസ്ഥ ഇതായി പോയി, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ അമ്മയോട് പറഞ്ഞത്, അമ്മ അതോർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന് ഒരു എന്താ പറയുക, കുഞ്ഞിനെ ഇങ്ങനെ താടിയിലൊക്കെ പിടിച്ചിട്ട് ആൻറ്റി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ട് ശ്രുതിയേക്കാളും സ്നേഹം ആ അമ്മയോടും കുഞ്ഞിനോടും ആ കൂട്ടുകാരിക്കുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതിക്കില്ലാതായിപ്പോയി. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസമാകുന്നു. പിറ്റേ ദിവസമായിട്ട് ഒരു ഓട്ടോ ചന്ദ്രയുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഭാമയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടിയാണ് വരുന്നത്. അങ്ങനെ ശ്രുതി ഇറങ്ങുന്നു. ഭാമ പറഞ്ഞു, മോള് ഒരു കാര്യം ചെയ്യുക, അകത്തേക്ക് ചെല്ല്, ഞാൻ ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്തിട്ട് വരാം, മോൾ അകത്തേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം ആൻറ്റി. കുഴപ്പമില്ലെന്നേ, ഇത് ചന്ദ്രയുടെ വീടല്ലേ, മോൾ എന്തിനാ പേടിക്കുന്നത്, മോൾ ധൈര്യമായിട്ട് അകത്ത് പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഹോളൊക്കെ അടിച്ചു വാരി തുടയ്ക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഹോളിങ്ങനെ, അതായത് അവിടെ കിടന്ന് ആ ഒരു ചപ്പും ചവറൊക്കെ അടിച്ചു വാരി കൂട്ടി അടിച്ചു വാരിയിൽ വാരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ശ്രുതി എത്തിയത്. നമ്മുടെ ശ്രുതി എത്തിയപ്പോഴേ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ചന്ദ്രയാൻറ്റി ഇല്ലേ, ചന്ദ്രയാൻറ്റീനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി, ആരായിരുന്നു? ആരെങ്കിലും ആയിക്കോട്ടെ, ചന്ദ്രയാൻറ്റീനെ വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചാൽ പോരെ, എന്താ വിളിക്കൂലേ? അതെ, ഞാൻ ഇപ്പം വിളിക്കാട്ടോ, ഞാൻ ഇതൊന്ന് അടിച്ചു വാരിക്കോട്ടെ. ഓഹോ, അടിച്ചു വരുന്ന അത്രയും സമയം ഞാനിവിടെ വെയിറ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ചന്ദ്രയാൻറ്റീനെ വിളിക്കാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വിളിച്ചാൽ ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയോട് അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി കേട്ടോ. രേവതി ആദ്യമൊക്കെ ചിരിച്ചോണ്ടൊക്കെ നിന്ന് രേവതി പെട്ടെന്ന് രേവതിയുടെ മുഖം അങ്ങോട്ട് മാറിയിട്ട്, രേവതി ഈ സ്ത്രീ എന്തിനു ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് എന്ന മട്ടിൽ അത് അടിച്ചു വാരിക്കൊണ്ട് അതും എടുത്തോണ്ട് അങ്ങ് പോയി, അടിച്ചു വാരിക്കൊണ്ട് അങ്ങ് പോയി, അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി,
വേലക്കാരിക്ക് പോലും അഹങ്കാരമോ എന്ന മട്ടിൽ നമ്മുടെ ശ്രുതി. അപ്പം ശ്രുതി വിചാരിച്ചത് അത് വേലക്കാരിയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇറങ്ങിയോട്ട്, അയ്യോ ഇതാരാ മോളെ, ശ്രുതിയോ? അതെന്താ മോള് പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പം, അതെ ഞങ്ങൾ ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി. ഞങ്ങളോ? അപ്പം വേറെ ആരാ കൂട്ടത്തിലുള്ളത്? അത് ഭാമയാൻറ്റി. ഭാമയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാമ അകത്തേക്ക് വന്നു കേട്ടോ. ഭാമ അകത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്താ ഭാമേ, ശ്രുതി വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയത്തില്ലായിരുന്നോ? നിനക്കെങ്കിലും വിളിച്ചു പറയത്തില്ലായിരുന്നോ? നീ വിളിച്ചു പറയുമായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കരുതി വെക്കത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിന് ഇനിയും സമയമുണ്ടല്ലോ ആൻറ്റി. ഇനിയും സമയമോ? അതെ ആൻറ്റി, ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. എന്ത് കാര്യം പറയാനാ മോള് വന്നത്? ആൻറ്റിക്ക് സന്തോഷമാകുന്നൊരു വാർത്ത തന്നെയാണ്. ആൻറ്റിക്ക് സന്തോഷമാകുമായിരിക്കും, കാരണം ആൻറ്റിയാണല്ലോ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചു. അതുമല്ല, എൻ്റെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ ഒരുപാട് ചോദിച്ചു. ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുകയും ഇന്നലെ രാത്രി എൻ്റെ അമ്മ സ്വപ്നത്തിൽ വന്ന് എനിക്ക് ആൻസർ തരികയും ചെയ്തു. നിനക്ക് പറ്റിയ ജീവിതം അത് നീ തിരഞ്ഞെടുക്കണം, അത് ഇപ്പോൾ നിൻ്റെ മുന്നിലുണ്ട് എന്ന്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു, ചന്ദ്രയാൻറ്റി പറഞ്ഞത് ശരിയാ, സുധി എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ചെക്കനാണെന്ന്. ഇത് കേട്ടതും, മോളെ എന്താ ഈ പറയുന്നത്? അപ്പം മോക്ക് സുധീനെ ഇഷ്ടായോ? മോള് വിവാഹത്തിന് സമ്മതിച്ചോ? അതെ ആൻറ്റി, വിവാഹത്തിന് സമ്മതിച്ചു. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇനി ആൻറ്റിയുടെ മകൻ്റെ സമ്മതം കൂടെ അറിഞ്ഞാൽ മതി. എൻ്റെ മകൻ ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. അവന് പൂർണ്ണ സമ്മതമായിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര അങ്ങനെ ഒരുപാട് അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര ഒരുപാട് സന്തോഷിച്ച് നമ്മുടെ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും, ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു, സത്യത്തിൽ എൻ്റെ മോളെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു, മോള് എൻ്റെ മരുമകളായിട്ട് വരാൻ. ഏതായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് മോളെൻ്റെ മരുമകളായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇത് നമ്മുടെ രേവതി കാണുന്നുണ്ട് കേട്ടോ. രേവതി ഇതൊക്കെ കാണുന്നുകൊണ്ട് രേവതിക്കൊന്നും മനസ്സിലാവുന്നുമില്ല കൂടുതൽ അങ്ങോട്ട്. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വിവാഹം ആലോചിച്ചു വന്ന ആ ഒരു പെണ്ണ് തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ സുധിയും വന്നു കേട്ടോ. സുധി വന്നു കഴിഞ്ഞ് ചന്ദ്ര, മോനെ ഇങ്ങ് വാ, മോനെ എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ടുകൊണ്ടൊക്കെയാണ് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് മാറി നിന്നത്. എന്നിട്ട് സുധി വന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ രവീന്ദ്രനും വന്നത്. അപ്പോൾ രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഈ പറയുന്ന ശ്രുതി ചാടി എണീറ്റു കേട്ടോ. എണീറ്റപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര പറഞ്ഞു, ദേ ഇതാ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന് കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ കാല് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയിട്ട്, അല്ല മോളെ ഇതാരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മോന് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ടെന്ന്, ഒരു നല്ല പെണ്ണ്, ജോലിയുള്ള പെണ്ണ്, എല്ലാ അർഹതയുമുള്ള പെണ്ണ്. ആ പെണ്ണ ദേ ഈ നിൽക്കുന്നത്, എൻ്റെ സുധിയെ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഇത് കേട്ടതും രവീന്ദ്രനൊന്ന് ഞെട്ടി. രവീന്ദ്രൻ പറഞ്ഞു, മോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ ഇരുന്നു കേട്ടോ. ശ്രുതി അവിടെ ഇരുന്നിട്ട് മോളുടെ പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, ശ്രുതി എന്നാ എൻ്റെ പേര്. അല്ല മോൾക്ക് ജോലി വല്ലതും ഉണ്ടോ? ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്. ഞാൻ ഇപ്പം തെറാപ്പിസ്റ്റാണ്. പിന്നെ മസാജ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മെസ്സാജും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് മനസ്സിലായില്ല. അപ്പോഴത്തേക്കും രേവതി അവിടെ നിന്ന് പറഞ്ഞു, അതെ ബ്യൂട്ടി പാർലറില്ലേ, ആ പാർലർ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, ആ ജോലിയാണെന്ന് പറഞ്ഞു. ഓഹോഹോ മോളെ ആ ജോലിയാണല്ലേ. അല്ല മോൾക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ സുധിക്ക് ഇപ്പം ജോലിയൊന്നുമില്ല. അതെനിക്കറിയാം, അതൊക്കെ അറിഞ്ഞ് തന്നെ അങ്കിളെ ഞാൻ വന്നത്. പിന്നെ എനിക്കിപ്പോൾ തൽക്കാലം ജോലിയുണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം സാലറിയും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം ജോലി ഇല്ലെന്നല്ലേ ഉള്ളൂ. നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ് സുധി എന്ന് എനിക്കറിയാം. സുധിക്ക് നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എവിടെയെങ്കിലും ജോലി കിട്ടുമല്ലോ. അതുവരെ സുധിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സുധിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായിട്ടോ. തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധിയോട് ചോദിച്ചു, അല്ല സുധി, നിനക്ക് ഈ കുട്ടീനെ ഇഷ്ടമായോ, അതോ നിങ്ങൾ നേരത്തെ വല്ല പ്രേമിച്ചു ഇരുന്നാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എൻ്റെ മോൻ പ്രേമിച്ചതൊന്നുമല്ല, ഈ കുട്ടീനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. എൻ്റെ സുധിമോൻ കണ്ടെത്തിയതൊന്നുമല്ല. എൻ്റെ സുധിമോന് പക്ഷേ ഇഷ്ടമാകും. നിങ്ങൾക്കൊക്കെ അറിയാമോ, അന്ന് എൻ്റെ മോന് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ,
അന്ന് ദേ ഈ പെൺകുട്ടിയാ എൻ്റെ മോനെ രക്ഷിച്ചത്. അന്ന് ഞാൻ പരിചയപ്പെട്ടതാ ഇവളെ. അന്ന് മുതൽ ഇവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതായാലും ഇവള് തന്നെ എൻ്റെ മരുമകളായിട്ട് വരേണ്ടത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചതിന് ശ്രുതി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ശ്രുതിക്ക് ഇഷ്ടമായോ ശ്രുതിനെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി നേരെ റൂമിനകത്തേക്ക് കയറിപ്പോയി. കാരണം വേറെ ഒന്നിനുമല്ല, ശ്രുതി കൊടുത്ത ഒരു ഷർട്ട് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം ആ ഒരു ഷർട്ട് കൊടുത്തപ്പം പറഞ്ഞായിരുന്നു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഞാൻ തിരിച്ചും ഇങ്ങോട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് വരണം, ഈ ഷർട്ട് ഇടണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു കാര്യം അപ്പോൾ ഓർക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പോയിട്ട് ആ ഷർട്ട് ഇട്ടുകൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇതെന്താണ് നീ ഷർട്ടൊക്കെ മാറിയേക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും പെട്ടെന്ന് ചിന്തിച്ചത് ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടതേ തന്നെ ചന്ദ്രയ്ക്കും സന്തോഷമായി, ശ്രുതിക്കും സന്തോഷമായി. എങ്കിൽ പിന്നെ ഉടനെ തന്നെ നമുക്ക് വിവാഹം നടത്താലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മോളുടെ കുടുംബം, മോളുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയുടെ മുഖം അങ്ങ് മാറി. ഈ കാരണവരെന്തിനാ ഈ അച്ഛനെ അമ്മേനെയും ചോദിക്കുന്നത് എന്നുള്ള മട്ടിലാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചുപോയി, എനിക്കിപ്പോൾ അച്ഛനേ ഉള്ളൂ. അല്ല അച്ഛൻ എവിടെയാണ് ഇപ്പം? എൻ്റെ അച്ഛൻ സിംഗപ്പൂരിൽ ഇപ്പം ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ബിസിനസ്സോ? അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, സിംഗപ്പൂർ എന്നല്ലല്ലോ മോള് പറഞ്ഞ, മലേഷ്യ എന്നല്ലേ? അത് പിന്നെ സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ഉണ്ട്. സിംഗപ്പൂരിലും മലേഷ്യയിലും അങ്ങനെ വെളി രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എൻ്റെ ഡാഡിക്ക് ബിസിനസ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പം ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ അങ്ങോട്ട് അത് ദഹിച്ചില്ല കേട്ടോ. രേവതിയും അതൊക്കെ കേട്ടിട്ട് രേവതിക്കും അങ്ങോട്ട് ദഹിക്കുന്നൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന്, അല്ല മോളുടെ കുടുംബക്കാർ വരാതെ ഈ വിവാഹം? അപ്പോൾ നമ്മുടെ ചന്ദ്ര, പിന്നെ എന്തു കുടുംബക്കാർ? അവൾക്ക് അച്ഛൻ മാത്രം ഉള്ളെന്നല്ലേ പറഞ്ഞത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാൻ തുടങ്ങി, അതായത് ചരിത്രം പറയാൻ തുടങ്ങി. അത് പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാം, അത് കുറച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറയാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, മോളിപ്പോൾ ഒന്നും പറയണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, മോളിപ്പോൾ ഒന്നും പറയണ്ട. ഏതായാലും ഞാൻ എൻ്റെ സുതിമോന് തീരുമാനിച്ച പെണ്ണാണിത്. അത് ആരൊക്കെ ഇനിയിപ്പം വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ സുതിമോൻ ഇഷ്ടപ്പെട്ടല്ലോ, വേറെ ആർക്കും ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല, എൻ്റെ സുതിമോൻ ഇഷ്ടപ്പെട്ടല്ലോ, ഈ കല്യാണം ഞാൻ തന്നെ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതിന് കുഴപ്പമില്ല ചന്ദ്രേ, എനിക്കും കുട്ടീനെ ഇഷ്ടമൊക്കെ ആയി. അതിന് കുട്ടീനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കുടുംബക്കാർ തമ്മിൽ ആലോചിക്കേണ്ട കാര്യം കുടുംബക്കാർ തമ്മിലല്ലേ ആലോചിക്കേണ്ടത്. അല്ല മോളുടെ അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ ഇപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയി. അച്ഛനെ വിളിക്കാൻ പറ്റുമോ? അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിനെ അല്ലേ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ സംസാരിക്കണമെന്നെങ്ങാനും പറഞ്ഞാൽ തീർന്നല്ലോ. അതുകൊണ്ട് അവിടെ അബ്ബപ്പെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും ശ്രുതിനെ കിട്ടിയേ പറ്റൂ, കോടികളുടെ സ്വത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചന്ദ്ര പറഞ്ഞു, അതൊന്നും ഇപ്പോൾ വേണ്ട, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ഇനിയും സമയം കിടക്കല്ലേ, അപ്പോൾ അച്ഛനൊക്കെ ആയിട്ട് സംസാരിക്കാം. ഏതായാലും മോളെ ചുമ്മാ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ, അവൾ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അവളെ സങ്കടപ്പെടുത്തുകയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വിഷയം മാറ്റി വിടുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ആരാണ് വരുന്നത്? സച്ചി വെളിയിൽ കാറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഏതായാലും സച്ചി ഇനി കയറി അകത്തേക്ക് വന്നാൽ എന്തായിരിക്കും പൊടിപൂരം? സച്ചി പൊടിപൂരമാക്കുമോ? അതുമല്ല, ശ്രുതിന് മുമ്പ് പരിചയമുണ്ട്. അത് വേറെ എങ്ങനെയല്ല, അന്ന് ബില്ലടയ്ക്കാൻ വേണ്ടി ചെന്നപ്പം നമ്മുടെ ശ്രുതിയുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായത് ഓർക്കുന്നുണ്ടോ സച്ചി? അപ്പം ഏതായാലും അവർ പണ്ടേ ശത്രുക്കളാണ്, ഇനി ഒന്നും കൂടി ശത്രുക്കളാകാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും സച്ചി വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം കൊണ്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പം അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.